ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്ലൂബെറി കേക്കാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്ലൂബെറി കേക്ക്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്പഞ്ച് കേക്ക് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ. അപ്പോൾ അതിലേക്ക് നമ്മളിനി ഐസിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് റിച്ചിൻ്റെ ഗോൾഡ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇത് 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി തണുപ്പിച്ചെടുത്തതാണ് ക്രീം. അതുപോലെ തന്നെ ബൗളൊക്കെ നല്ലതുപോലെ തണുപ്പിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ കൂടെ ചേർത്ത് ഞാനിത് വിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഐസിങ് ഷുഗർ ഇത് വിപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് അല്പമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വിപ്പായിട്ട് വരുന്ന നല്ലൊരു ക്രീമാണിത്. ഇത് ക്രീം വിപ്പായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 5-10 മിനിറ്റ് നിങ്ങൾ ബീറ്റ് ചെയ്തോ എന്നുള്ളതല്ല. നിങ്ങൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബീറ്ററിൻ്റെ വിസ്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കുറച്ച് പ്രയാസം വരും. ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് ക്രീം വിപ്പാകുന്നത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിലുണ്ടായിരുന്ന അതേ കേക്ക് തന്നെയാണിത്. ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഞാനിത് 3ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കേക്കിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ ഇതിൻ്റെ തൊട്ട് മുൻപുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാനിത് 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരല്പം വെള്ളത്തിൽ നനച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളം അതുപോലെ തന്നെ സാധാരണ നോർമൽ ഷുഗറും തന്നെയാണ്. ഇത് ഞാനൊരു സ്പ്രെയറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ കേക്ക് നനച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്പ്രെയറിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളത്. സ്പൂൺ വെച്ച് ചെയ്താലും മതി. സ്പ്രെയറാകുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഒരുപാട് നനച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ കേക്ക് ഒരല്പം മോയ്സ്ചറുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നനച്ച് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അത്യാവശ്യം ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ വിപ്പിംഗ് ക്രീം ഒരല്പം എടുത്ത് വെച്ച് കൊടുക്കാം. ഞാൻ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഫ്ലേവേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ നമ്മൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫ്ലേവർ ചേർക്കാറുണ്ട്. ഒന്നുകിൽ വാനില എസൻസ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എസൻസ്. ഞാൻ അതിനകത്തേക്ക് അതൊന്നും ചേർക്കാതെയാണ് വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു പാലറ്റ് നൈഫ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്ലൂബെറി ഫില്ലിങ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ബേക്കിംഗ് പ്രോഡക്ട്സ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന കടയിൽ നിന്ന് ഞാൻ ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സ് എന്നാണ് വാങ്ങിക്കാറ്. അവിടെ നിന്ന് വാങ്ങിച്ചതാണിത്. അത് 1 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് കേക്ക് ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിപ്പ് ചെയ്ത ക്രീം ഒരല്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ബ്ലൂബെറി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതൊരു സിമ്പിൾ ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതല്ലാതെ നമുക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഫ്രഷ് ബ്ലൂബെറീസ് വെച്ചിട്ട് അങ്ങനെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ ബ്ലൂബെറി ഫില്ലിങ് അതുപോലെ തന്നെ വിപ്ഡ് ക്രീമിൽ ബ്ലൂബെറി എസൻസ് ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ചെയ്യുന്ന
കേക്കും ഉണ്ട്. ഇത് ഞാനിപ്പോൾ ആ ഒരു കേക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ലെയർ വെച്ചതിന് ശേഷം ഞാൻ ക്രീം വെക്കുന്നതിന് മുൻപായിട്ടാണ് ഫില്ലിങ് വെച്ച് കൊടുത്തത്. അതിന് ശേഷം ക്രീം വെച്ചിട്ട് ഇനി കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൈഡിലും അതുപോലെ മുകൾ ഭാഗത്തൊക്കെ നല്ല തിക്കായിട്ടുള്ള ഒരു കോട്ടിങ് വെച്ച് കൊടുക്കുകയാണ്. മുകൾ ഭാഗം ഒന്ന് ശരിയാക്കിയതിന് ശേഷം സൈഡിലൊക്കെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിൽ സ്പാച്ചുല അല്ലെങ്കിൽ നിങ്ങൾ പാലറ്റ് നൈഫ് ഒന്ന് ചലിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കേക്ക് റോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് തന്നെ കൊടുക്കുക. കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പാക്കി എടുക്കാം. നൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോമ്പുണ്ടെങ്കിൽ കോമ്പ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ സൈഡ് സ്ക്രേപ്പർ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ഉപയോഗിച്ച് ചെയ്തെടുക്കുക. എഡ്ജ് ശരിയാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു തവണ വടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലറ്റ് നൈഫ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നെക്സ്റ്റ് ഒന്ന് വടിച്ചെടുക്കാൻ, എന്നാലേ നല്ല സ്മൂത്തായിട്ട് കിട്ടുകയുള്ളൂ. ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ സൈഡ് ഒരു കേക്ക് കോമ്പ് വെച്ചിട്ടൊന്ന് ചെറുതായി ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. കേക്ക് കോമ്പ് ആയാലും അതുപോലെ തന്നെ സൈഡ് സ്ക്രേപ്പർ ആയാലും നമ്മൾ അതിൽ കേക്കിൽ പ്രസ് ചെയ്ത് വലിക്കുന്ന സമയത്ത് ഒരു 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, എന്നാലേ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് താഴെയുള്ളതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നൈഫ് ഉപയോഗിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിൻ്റെ മുകളിൽ ബ്ലൂബെറി ഗ്ലേസ് കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഗ്ലേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ബ്ലൂബെറി ഗ്ലേസ് വിസിയോണിൻ്റെ ഒക്കെ ബ്ലൂബെറി ഗ്ലേസ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ചെറിയൊരു ബോട്ടിലിന് 165 രൂപയൊക്കെ ആണ് വില വരുന്നത്. അപ്പോൾ അത് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വിപ്പ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഗ്ലേസ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഒരു പാലറ്റ് നൈഫോ സ്പാച്ചുലയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് വളരെ മൈൽഡായിട്ട് വേണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. കേക്കിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പാടില്ല. ഗ്ലേസ് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്, ബ്ലൂബെറി കേക്ക്. ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ കേക്കിൻ്റെ വെയിറ്റ് ഇപ്പോൾ 1 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു കേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഒരൽപ്പം. അതിന് ശേഷം ഒന്ന് നനച്ച് കൊടുത്തു. അതിലേക്ക് 1/4 കപ്പ് ക്രീം വിപ്പ് ചെയ്ത് ചേർത്തു. പിന്നെ ഒരൽപ്പം ഗ്ലേസും ഒരൽപ്പം ഫില്ലിങ്ങും, ഒരു 3 ടേബിൾ സ്പൂൺ ഫില്ലിങ്ങും വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 1 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ്.